Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com തേർഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസർച്ച് മെത്തഡോളജി പേപ്പറാണ്. സോ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലും സിയിലുള്ള വീഡിയോസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തേർഡ് സെമസ്റ്ററിലെ 3 പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തു. നെക്സ്റ്റ് ഇത് കഴിഞ്ഞാൽ ഉടനെ ഫോർത്തിലെ 3 പ്രോബ്ലം പേപ്പേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുമ്പോൾ പാർട്ട് ബി പലപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം കുറച്ചൊരു ടഫായിരുന്നു. കാരണം നമുക്ക് ടോട്ടൽ 7 ചോദ്യങ്ങളിൽ ഇപ്പോൾ കുട്ടികളുടെ ഞാൻ പറഞ്ഞിരുന്നു തിയറി മാത്രം പഠിച്ചാൽ തന്നെ പാസ്സാകാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ 7 എണ്ണത്തിൽ 2 പ്രോബ്ലംസും ബാക്കി 5 തിയറി ചോദ്യങ്ങളാണ് സാധാരണ കണ്ടുവരാറ്. അപ്പോൾ പ്രോബ്ലത്തിൻ്റെ കാര്യം ഞാൻ അവസാനം പറയാം. ആദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് തിയറി ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് പോകാം. സോ ഇതിലാദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് വാരിയബിൾസ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാരിയബിൾസ്. അത് നമ്മൾ 2 വെയിറ്റേജിലും പ്രതീക്ഷിക്കുന്നതാണ്. ഇവിടെയും പഠിക്കണം നിർബന്ധമായും. അതുപോലെ തന്നെ ഹൈപ്പോത്തസിസ് എന്താണ്, ഹൈപ്പോത്തസിസ് എന്താണ്, അതിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഇല്ലേ, ഈ പറയുന്ന എന്നാൽ ഹൈപ്പോത്തസിസ്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്, ഞാൻ നേരത്തെ 2 വെയിറ്റേജിൻ്റെയിലും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അത് ഇവിടെയും നമുക്ക് പ്രതീക്ഷിക്കാം. നൾ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്, ഓൾട്ടർനേറ്റീവ് അത് മാറി മാറി 2 ഇവിടെയും വരുന്ന ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് റിപ്പീറ്റായിട്ട് ഇവിടെയും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഈ പറയുന്ന സാമ്പിളിംഗ് എന്താണ്. 3 പാർട്ടിലും വരുന്ന ചോദ്യങ്ങളാണ്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിങ്ങിൽ ഈ പറയുന്ന ക്ലസ്റ്റർ, അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാ. ക്ലസ്റ്റർ, അതുപോലെ തന്നെ ക്വാട്ട സാമ്പിളിങ്, ഈ പറയുന്ന പർപ്പസീവ് സാമ്പിളിങ്, ഇതിനൊക്കെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. പർപ്പസീവ്, സ്ട്രാറ്റിഫൈഡ്. അപ്പോൾ ഇങ്ങനെ സാമ്പിളിങ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിങ്ങിൽ എക്സ്പെരിമെൻറ്റ് സാമ്പിളിങ്, എക്സ്പേർട്ട്, അതുപോലെ മൾട്ടി സ്റ്റേജ്, ഇതൊക്കെ ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുള്ളതാണ് കേട്ടോ. എക്സ്പേർട്ട്, പിന്നെ മൾട്ടി സ്റ്റേജ് സാമ്പിളിങ്. അപ്പോൾ ഇങ്ങനെ സാമ്പിളിങ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിങ്ങിൽ ഏതെങ്കിലും ഒരെണ്ണം പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ നിർബന്ധമായി അത് നോക്കുക. പിന്നെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ സർവേനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. ഹൗ ലിറ്ററേച്ചർ സർവേ ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുള്ളതാണ് കേട്ടോ. സപ്പോർട്ട്സ് നിർബന്ധമായി നോക്കുക, സപ്പോർട്ട്സ് എ റിസർച്ച് സ്റ്റഡി. അപ്പോൾ നോക്കി വയ്ക്കുക, നമുക്ക് പ്രതീക്ഷിക്കാം വീണ്ടും. ദെൻ അതുപോലെ തന്നെ തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് റിസർച്ച് സ്റ്റഡിയിൽ എങ്ങനെയാണ്, അതിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഹൗ തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് നിർബന്ധമായും പഠിക്കുക കേട്ടോ. ഓഫ് എ റിസർച്ച് സ്റ്റഡി ഹെൽപ്സ് ഇൻ റിസർച്ച്. അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരെണ്ണം വരും. റിസർച്ച്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ലിറ്ററേച്ചർ സർവേ എങ്ങനെയാണ് റിസർച്ചിനെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം പലപ്പോഴും വരാറുണ്ട്, അത് നോക്കി വയ്ക്കുക. അതാണ് മറ്റൊരു ചോദ്യം. പിന്നെ ഞാൻ പറഞ്ഞു കുറച്ചും കൂടി എളുപ്പമുള്ള മറ്റൊരു ഏരിയ ഉണ്ട്. വന്ന ഭാഗ്യം സോഴ്സസ് ഓഫ് ഡാറ്റയിൽ പ്രൈമറി ഡാറ്റ അതിൻ്റെ ഡിഫറൻസ് ചോദിക്കാറുണ്ട്, ആൻഡ് സെക്കൻഡറി. അപ്പോൾ ഇതൊക്കെ എല്ലാത്തിലും മാറി വരുന്നതാണ്. നമ്മളത് 2 വെയിറ്റേജിൻ്റെയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെയും വരാം ഇവിടെയും വരാം. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് റഫറൻസ് സ്റ്റൈൽസിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. റഫറൻസ് സ്റ്റൈൽസ് ഏതൊക്കെയാണ്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്, നിർബന്ധമായി നോക്കുക. അതുപോലെ തന്നെ റിസർച്ച് മെത്തേഡ്സും റിസർച്ച് മെത്തഡോളജിയും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുള്ളതാണ്. റിസർച്ച് മെത്തേഡ്സ് ആൻഡ് റിസർച്ച് മെത്തഡോളജി
ഇതിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്, നോക്കി വയ്ക്കണം. പിന്നെ റിസർച്ച് ഡിസൈൻ എന്താണെന്നുള്ളത് മറ്റൊരു ചോദ്യം. റിസർച്ച് ഡിസൈനിനെ പറ്റിയിട്ട് ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഡാറ്റ കളക്ഷനിൽ തന്നെ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഡാറ്റ കളക്ഷൻ അതിലിപ്പോൾ നമുക്ക് ഈ പറയുന്ന ഇൻ്റർവ്യൂ ഉണ്ട്, ക്വസ്റ്റ്നെയർ ഉണ്ട്. സോ അതിൽ ഏതെങ്കിലും ഒരെണ്ണം ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ്റർവ്യൂ, ക്വസ്റ്റ്നെയറോ, ഒബ്സർവേഷൻ ഇങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ പ്രോബ്ലത്തിൻ്റെ ഏരിയയിലോട്ടാണ് പോകുന്നത്. രണ്ട് പ്രോബ്ലംസ് വരുന്നുണ്ട്. അത് ഒരെണ്ണം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതുപോലെ തന്നെ വാരിയൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം, അല്ലെങ്കിൽ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ പ്രോബ്ലം വരാറുണ്ട്, കൈ സ്ക്വയർ വരാറുണ്ട്, കൈ സ്ക്വയർ ടെസ്റ്റ്. പിന്നെ നമുക്ക് ടി ടെസ്റ്റോ സെഡ് ടെസ്റ്റിൻ്റെയോ പ്രോബ്ലം. ഇങ്ങനെ ഇതിൻ്റെ ഒക്കെ പ്രോബ്ലം ഏതെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് പ്രോബ്ലംസ് വരുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണാവാനാണ് കൂടുതൽ സാധ്യത. കൈ സ്ക്വയർ, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വാരിയൻസ്, കോറിലേഷൻ, ടി ടെസ്റ്റ്, സെഡ് ടെസ്റ്റോ, ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ കൂടുതൽ പ്രോബ്ലംസിൻ്റെ ഏരിയയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ നമുക്ക് 7 ചോദ്യങ്ങൾ വരുന്ന സമയത്ത് അതിൽ 5 തിയറി ചോദ്യങ്ങളും അതുപോലെ തന്നെ 2 പ്രോബ്ലംസാണ്. അപ്പോൾ പ്രോബ്ലംസിൻ്റെ കാര്യങ്ങൾ ഞാൻ മെയിനായിട്ട് പറഞ്ഞു. പിന്നെ ഒരു ചോദ്യം കൂടി തരാനുള്ളത് മൾട്ടിവേരിയറ്റ് അനാലിസിസ്, ബൈവേരിയറ്റ് അനാലിസിസ്, അങ്ങനെ അനാലിസിസ്, ഡാറ്റ അനാലിസിസ് ഇല്ലേ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം വരാം. ഡാറ്റ അനാലിസിസിൽ ഏതെങ്കിലും ഒരെണ്ണം, മൾട്ടിവേരിയറ്റോ അതുപോലെ തന്നെ ബൈവേരിയറ്റോ അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം. ഓക്കെ, അപ്പോൾ നമ്മൾ പാർട്ട് ബിയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതാണ്. എന്നാലും ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെ സജഷൻസാണ് നമ്മളിപ്പോൾ നൽകിയത്. ഐ റിപ്പീറ്റ്, 2 പ്രോബ്ലംസും അതുപോലെ തന്നെ 5 തിയറി ചോദ്യങ്ങളാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ വാരിയബിൾസ് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, ഹൈപ്പോത്തസിസ് അതിൻ്റെ ടൈപ്സ്, സാമ്പിളിങ് ടൈപ്സ്, ലിറ്ററേച്ചർ സർവേ, തിയററ്റിക്കൽ ഫ്രെയിംവർക്ക്, പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, റെഫറൻസ് സ്റ്റൈൽസ്, പിന്നെ റിസർച്ച് മെത്തേഡ്സ്, മെത്തഡോളജി നമ്മുടെ ഡിഫറൻസ്, റിസർച്ച് ഡിസൈനെ പറ്റിയിട്ട്, പിന്നെ ഡാറ്റ കളക്ഷൻ, അതിൽ ഇൻ്റർവ്യൂ, ക്വസ്റ്റ്നെയർ, ഒബ്സർവേഷനോ, പിന്നെ പ്രോബ്ലത്തിലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വാരിയൻസ്, കോറിലേഷൻ, കൈ സ്ക്വയർ, ടി ടെസ്റ്റ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, 1-2 വരും. പിന്നെ ഡാറ്റ അനാലിസിസ്, അതിൽ മൾട്ടിവേരിയറ്റ്, ബൈവേരിയറ്റ് അങ്ങനെ. പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് റിസർച്ച് റിപ്പോർട്ട് എന്താണ്, അതിൻ്റെ റിപ്പോർട്ട് റൈറ്റിങ്ങിനെ പറ്റിയിട്ടും വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ലാസ്റ്റ് സജഷൻ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഫസ്റ്റിൽ തന്നെ, റിസർച്ചിൻ്റെ ബേസ്, അതിൻ്റെ ടൈപ്സും. അത് വരൽ വളരെ കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് സജഷൻ തന്നത്. മെയിനായിട്ട് ഈ പറഞ്ഞ ചോദ്യങ്ങളാണ് നമ്മൾ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യണത്. ഓക്കെ, ഇനി നമ്മുടെ ലക്ക് പോലെ ഇരിക്കും. സോ എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ് ഇവിടെ തന്നെ. ആദ്യത്തെ ഒരു 6 ഇതാണ്. ഓക്കെ, പിന്നെ വരുന്നത് ഇതാണ് ഫൈനലി. സോ പാർട്ട് ബിയിൽ പ്രോബ്ലം 2 അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അത് ചെയ്യാം, അതല്ലെങ്കിൽ തിയറിയിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. അതിൽ 4 എഴുതിയാൽ മതി. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് പാർട്ട് ബിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. നെക്സ്റ്റ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.